ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വാഗമണിലേക്ക് പോവാണ്. വാഗമൺ ഹിൽസൊക്കെ കാണാൻ, മൊട്ടക്കുന്നുകളൊക്കെ കാണാൻ പോവുകയാണ്. അതിനു മുന്നായി ഞങ്ങൾ വന്ന വഴിയിൽ ഭരണങ്കാനം അൽഫോൺസാമയുടെ പള്ളിയിലൊന്ന് കയറി. അപ്പോൾ പള്ളിയിൽ കയറി അൽഫോൺസാമയെ അടക്കം ചെയ്തിരിക്കുന്ന ആ പള്ളിയുടെ ഫ്രണ്ടിൽ വന്നു. കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേർക്ക് മാത്രമേ അകത്ത് അലൗഡായിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പുറത്തു നിന്ന് തന്നെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുത്തു. അതിന് ചുറ്റുപാടൊക്കെ ഒന്ന് ഞങ്ങൾ വിഷ്വൽസൊക്കെ ഒന്ന് എടുത്തു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് നമ്മൾ വാഗമൺ ഭാഗത്തേക്ക് പോവുകയാണ്. വാഗമൺ ഭാഗത്തേക്ക് പോകുന്നത് ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. മാവേലിക്കര, കോട്ടയം, പാല, ഈരാറ്റുപേട്ട ആ റൂട്ടിലൂടെയാണ് വാഗമൺ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം ഈരാറ്റുപേട്ട റൂട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഗമൺ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 50 എണ്ണത്തിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള 50 അട്രാക്റ്റീവായിട്ടുള്ള പ്ലേസിൽ ഒന്നാണ് വാഗമൺ എന്നാണ് അറിയപ്പെടുന്നത്. 1200 മീറ്ററോളം സീ ലെവൽ നിന്ന് ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നല്ല പച്ചപ്പാർന്ന, ഏത് ക്ലൈമറ്റിൽ ഏത് കാലാവസ്ഥയിൽ ചെന്നാലും അവിടെ ഒരു പച്ചപ്പാർന്ന രീതിയിൽ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ വാഗമൺ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈരാറ്റുപേട്ട എത്തി. ഈരാറ്റുപേട്ട ആ നേരെ കാണുന്ന റൗണ്ട് പോലത്തെ നമ്മുടെ ഈ ബ്രിഡ്ജ് ഒന്നും കയറാതെ അവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. എനിക്ക് പക്ഷേ കുറച്ച് ദൂരം ഒന്ന് മുമ്പോട്ട് പോകേണ്ടി വന്നു. അതിനുശേഷം ഞാൻ തിരിച്ചു വന്നു വാഗമൺ റൂട്ടിലോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പം ഈ വാഗമൺ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ഇടുക്കി ബോർഡറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇടുക്കി പീരുമേട് താലൂക്കിലാണ് ഇത് നിലകൊള്ളുന്നത്, ഈ വാഗമൺ ഹിൽസ് എന്ന് പറയുന്നത്. പണ്ട് ബ്രിട്ടീഷുകാരാണ് കൂടുതൽ അവിടെ യൂസ് ചെയ്തത്. തേയിലത്തോട്ടങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മിഷണറീസ് വന്നു. അവിടെ കുരിശുമലയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ സീ ലെവലിൽ നിന്ന് 1200 മീറ്ററോളം ഇത് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. മധ്യ തിരുവിതാംകൂറിലുള്ളവർക്കൊക്കെ ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കുന്നൊരു സ്ഥലമാണ് ഈ വാഗമൺ ഹിൽസ് എന്ന് പറയുന്നത്. അപ്പം ഞാനും എൻ്റെ ഫാമിലിയും എല്ലാവരുമായിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കെല്ലാം നല്ല വിഷ്വൽസ് കാണാം. ഞാൻ ആ വിഷ്വൽസ് എല്ലാം പകർന്നുകൊണ്ട് നിങ്ങൾ കാണാൻ സാധിക്കും. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. പൈൻ വാലി ഉണ്ട്, ലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം എല്ലാം കാണാൻ സാധിക്കുമെന്നറിയില്ല. എങ്കിലും മുമ്പോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുന്ന വഴിക്ക് ഒരു ചെറിയ സ്ഥലം കണ്ടു. ഒരുപാട് വണ്ടികളൊക്കെ ഇട്ട് കുറേ സീനറിയൊക്കെ ഉണ്ട്. നമുക്കവിടെ അത്യാവശ്യം സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ വണ്ടി നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ നമുക്ക് കാണാം. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അവിടെ കുറേ ഫ്രൂട്ട്സ്, ഐസ്ക്രീം അല്ലെങ്കിൽ ജ്യൂസ്, ഈ ഉപ്പിലിട്ട മാങ്ങ ഇതെല്ലാം കിട്ടുന്നൊരു സ്ഥലമാണ്. നല്ല കാറ്റാണ്, അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഷെയ്ക്കാകുന്നത്. രാവിലെ തന്നെ അവിടെ കടക്കാർ പറയുന്നുണ്ട് ഈ ഉപ്പിലിട്ട മാങ്ങയച്ചാറൊക്കെ മാങ്ങയൊക്കെ വിൽക്കുന്ന അവിടുത്തെ കടക്കാരൻ പറഞ്ഞു രാവിലെ ഈ കട തന്നെ മറിഞ്ഞു പോയി, അത്രത്തോളം കാറ്റാണെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ട് ഒരു ബിൽഡിങ്ങിന് മുകളിലായിട്ടൊരു അവർ ടൈഗറിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ടൈഗറിൻ്റെ ഒരുപാട് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് അവർ ചെയ്തിട്ടേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഇത് മലകൾ കാണാൻ സാധിക്കും. നല്ല സീനറിയാണ് അതിന് മുകളിൽ നിന്ന്. പക്ഷെ അധികം ആരും അതിന് മുകളിൽ കയറുന്നില്ല. ഒരുപാട് ഡേഞ്ചറാണ്. നല്ല കാറ്റുമുണ്ട്. അങ്ങോട്ട് വല്ലതും സൈഡിലോട്ട് വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് സൈഡിലോട്ട് പോയി. ഞാൻ അതുകൊണ്ട് സൈഡിലോട്ട് പോയി സെൻട്രലിൽ നിന്നാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ആ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മുകളിലോട്ട് കയറിയത്. എൻ്റെ കൂടെ വന്ന് ആരും തന്നെ മുകളിലോട്ട് കയറി വന്നില്ല. അവർ താഴെ തന്നെ നിൽക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ട മാങ്ങാച്ചാറ് മേടിച്ചു. എൻ്റെ കൂടെ വന്ന് എല്ലാവരും കഴിച്ചു. അതിനുശേഷം ഞാനും ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി. ഈ മാങ്ങാച്ചാറ് കഴിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, മാങ്ങ കഴിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഉപ്പിലിട്ട മാങ്ങ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് അത്ര ടേസ്റ്റാണ്. നിങ്ങൾക്കും വായിൽ വെള്ളമെന്ന് തന്നെ എനിക്കറിയാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് വാഗമൺ വരുന്നത്. അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ ആനവണ്ടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. ഈ ആനവണ്ടി മല കയറി പോകുന്ന കാണാൻ ഒരു പ്രത്യേക രസമാണ് നമ്മുടെ. പക്ഷേ പഴയ ആനവണ്ടിയൊക്കെ ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കുറച്ചുകൂടി കാണാൻ. മുകളിലോട്ട് കയറി പോകുമ്പോൾ തന്നെ ചെറിയ വഴിയാണ്. റോഡിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. പഴയ സമയത്തൊക്കെ ഞാൻ വന്നപ്പോൾ കുറച്ചുകൂടെ നല്ല റോഡായിരുന്നു. നമ്മൾ കയറി അങ്ങോട്ട് എത്താറാകുമ്പോഴത്തേക്ക് അവർ ഈ ഫോറസ്റ്റിൻ്റെ ഒരു 10 രൂപ കൊടുത്ത് നമ്മൾ എൻട്രി കൊടുക്കണം. അതോട്ട് എന്നാലേ കയറ്റി വിടുകയുള്ളൂ. നമ്മളിപ്പോൾ വാഗമൺ ഹിൽസായി, മൊട്ടക്കുന്നിൻ്റെ ഭാഗത്തായി. അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ കാണാൻ സാധിക്കും കുറേ പൊടിയൊക്കെയാണ്. അവിടെയും റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ സൈഡിൽ കുറേ കടകളൊക്കെ കാണാം. കൂൾ ഡ്രിങ്ക്സൊക്കെ കൊടുക്കുന്ന കുറേ കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഈ മൊട്ടക്കുന്നിൻ്റെ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ അവിടെ പെർ ഹെഡ് ഒരു 10 രൂപ വെച്ച് കൊടുക്കേണ്ടതാണ്. കൊടുത്ത് നമ്മൾ ആ റെസിപ്റ്റ് വിഷയം ഇവിടെ കാണിച്ചാൽ തന്നെ അവർ മേടിക്കുകയൊന്നുമില്ല. ഓക്കെ എടുത്തല്ലോ എങ്കിൽ കയറിക്കോളൂ എന്നാണ് പറയുന്നത്. വരുമ്പോൾ തന്നെ നല്ല കളർഫുള്ളായിട്ട് ചെടികളൊക്കെ നിൽക്കുന്നു. എന്നിരുന്നാൽ പോലും ഒരു വിഷമം തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മൊട്ടക്കുന്നിൻ്റെയൊക്കെ അവസ്ഥ ഇപ്പം ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.
നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. പഴയ ആ പച്ചപ്പൊന്നും കാണാൻ സാധിച്ചില്ല. ക്ലൈമറ്റൊക്കെ ഒരുപാട് മാറിയത് കൊണ്ടായിരിക്കാം. എങ്കിലും നമ്മുടെ ഈ വാഗമൺ ഹിൽസ് എന്ന് പറയുന്നത് തന്നെ ഏത് ക്ലൈമറ്റിൽ ഏത് കാലാവസ്ഥയിൽ വന്നാലും നല്ല പച്ചപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥലമെന്നാണ് അറിയപ്പെടുന്നത് തന്നെ പൊതുവെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം ഈ ഒരു അവസ്ഥയിലായത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. നമ്മൾ ഒരുപാട് നാൾ കോവിഡൊക്കെ കാരണം വീട്ടിന് പുറത്തൊക്കെ ഇറങ്ങായിരുന്നു. ഒരു ദിവസം പുറത്തോട്ട് ഇറങ്ങി നല്ലൊരു പ്ലേസ് കാണാൻ വന്നപ്പോൾ ഇങ്ങനെ ആയോ എന്ന് തോന്നി. എങ്കിൽ പോലും നല്ലൊരു ചെറിയൊരു തടാകം, ഇടയ്ക്ക് ഒരു വെള്ളക്കെട്ടൊക്കെ കണ്ടു. അവിടെ ഇച്ചിരി ഒരു പച്ചപ്പൊക്കെ കാണാൻ പറ്റി. അവിടെ നല്ല രസമുണ്ടായിരുന്നു. വീഡിയോ എടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നല്ല രസമുള്ളൊരു സൈഡ്, അത്ര ഇടം നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ നല്ല കാറ്റുണ്ട്, നല്ല കാറ്റിന് ചെറിയ തണുപ്പുമുണ്ട്. പറയുന്ന ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ സമ്മർ സീസണിൽ 10 to 23 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ സമ്മർ സീസണിൽ വന്നാലും ഇവിടുത്തെ ടെമ്പറേച്ചർ. അല്ലാത്ത സമയത്ത് വരുവാണെങ്കിൽ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമായിരിക്കും ഇവിടെ. എന്നിരുന്നപ്പോൾ ഇവിടെ അധികം ഒന്നും കാണാൻ സാധിച്ചില്ല. എങ്കിൽ പോലും ഞങ്ങൾക്ക് പൈൻ വാലി ഒന്ന് കയറി അല്ലെങ്കിൽ ലേക്കിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. പക്ഷേ അവിടെയും തടസ്സമാണ് ഉണ്ടായത്. പൈൻ വാലിയിൽ കുറച്ച് കഞ്ചാവ് മയക്കുമരുന്നൊക്കെ പിടിച്ചു റെയ്ഡൊക്കെ നടക്കുന്ന കാരണം ആരെയും അകത്തോട്ട് കടത്തി വിടുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി പോകുന്ന ഈ കുട്ടിക്കാനം വഴി പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതാകുമ്പോൾ കുറച്ച് സ്ഥലമൊക്കെ കാണാം, നല്ല കാഴ്ചയുള്ള സ്ഥലമൊക്കെ കാണാം. ഏലപ്പാറ, കുട്ടിക്കാനം, മുണ്ടക്കയം വഴി മാവേലിഗിരിക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോകുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെ നല്ല കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ വീട്ടിലോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ സൈഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏലപ്പാറ, കുട്ടിക്കാനം ഭാഗത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന വഴി അവിടെയും ചെറിയ വഴി, അങ്ങോട്ട് പോകുന്ന വഴിയും ചെറിയ വഴിയാണ്. നല്ല മലമുകളിലോട്ടാണ് കയറുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇപ്പം അത്യാവശ്യം ആളുകളെല്ലാം പുറത്തിറങ്ങി തുടങ്ങിയൊരു സമയമാണ്. അപ്പം നല്ല തിരക്കൊക്കെയാണ്. കുറേ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ വാഗമണിനൊക്കെ ഒരുപാട് പേര് വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞാനിപ്പോൾ കുറച്ച് ഇത് കാണാനൊക്കെ മോശമാണെന്ന് പറഞ്ഞെങ്കിൽ പോലും അതിങ്ങി ഈ തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ അടുത്തൊക്കെ ഉള്ളവർക്കൊക്കെ വന്ന് കാണാം. മധ്യ തിരുവിതാംകൂറിലുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് നല്ല ബ്ലോക്കാണ്. കുറേ സമയം എടുക്കുമെന്ന് തോന്നി ഇവിടുന്ന് പോകാൻ. ചെറിയ വഴിയാണ്. ഒന്ന് ബ്ലോക്കായാൽ പിന്നെ കുറേ സമയം എടുക്കും. അപ്പം എന്നിരുന്നപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.